Introducing the Haval H9, the ultimate blend of power, luxury, and adventure. Equipped with a robust 4x4 system, it conquers every road and every challenge. Safety and innovation at its core, giving you peace of mind, no matter the journey. Haval H9, where adventure begins, and Lux. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഇടയിലായി നിരവധി സവിശേഷതകളുള്ള രണ്ട് സ്ഥലങ്ങളുണ്ട്. ഭൂമിശാസ്ത്രവും ചരിത്രവും പ്രകൃതി ഭംഗിയും ഒക്കെ കൊണ്ടും സമ്പന്നമായ മദ്ഹയും നഹ്വയും. സ്ഥലങ്ങളുടെ പ്രത്യേകത കൊണ്ടും ചരിത്രം കൊണ്ടും നമ്മെ ഏറെ ആകർഷിക്കുന്ന സ്ഥലങ്ങൾ. പോകാം നമുക്കൊരുമിച്ചൊരു യാത്ര. ഒരു പ്രദേശത്ത് രണ്ട് രാജ്യങ്ങളുടെ ഭരണത്തിൻ കീഴിൽ ജീവിക്കുന്ന ആളുകളുടെ നാട്ടിലേക്ക്. നമ്മളിപ്പോൾ മദ്ഹ എന്ന പ്രദേശത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു റിവർ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ. ഇവിടെ അതിൻ്റെ ബ്രിഡ്ജിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് കാറുകളൊക്കെ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നത് ഷാർജയിൽ നിന്നും കോർഫക്കാനിലേക്ക് പുതിയ റോഡിലൂടെ, അതായത് ഹജർ പർവ്വത നിരകളിലൂടെ ഒരു പുതിയ റോഡ് നിർമ്മിച്ചിട്ടുണ്ട് ഷാർജ ഗവൺമെൻറ്. 5 തുരങ്കങ്ങളാണ് ആ റോഡിനുള്ളത്. അതുവഴി നമ്മൾ മദ്ഹയുടെ എൻട്രൻസ് വരെ എത്തിയ വീഡിയോ ആണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വീഡിയോ കാണാം. മദ്ഹ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുകളാൽ ചുറ്റപ്പെട്ട മുസാണ്ടം ഒമാൻ്റെ ഒരു എക്സ്ക്ലേവ്. ഇതിനുള്ളിൽ നഹ്വ എന്ന പേരിൽ ഒരു കൗണ്ടർ എൻക്ലേവ്. നഹ്വ UAE ഷാർജ എമിറേറ്റ്സിൻ്റെ ഭാഗമാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പറഞ്ഞാൽ UAE അതിരുകൾക്കുള്ളിൽ ഒമാൻ്റെ മദ്ഹ എന്നൊരു സ്ഥലം, മദ്ഹയ്ക്കുള്ളിൽ ഒമാൻ അതിരുകളാൽ ചുറ്റപ്പെട്ട നഹ്വ എന്ന UAEയുടെ മറ്റൊരു സ്ഥലം. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മദ്ഹ റാസൽ ഖൈമയിലെ ഖാസിമിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് ദിബ്ബ ബായിലെ ഷിഹു അത് ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കുകയായിരുന്നു. 1940-കളിൽ മുസാണ്ടം പെനിൻസുല ഭരിച്ചിരുന്ന ഗോത്ര നേതാക്കളും ഗ്രാമത്തിലെ മുതിർന്നവരുടെ സംഘവും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തി സമീപ ഗ്രാമമായ മദ്ഹയിലെ മദനികൾക്ക് ഏത് ഷെയ്ഖ് ഭരണമാണ് വേണ്ടത് എന്ന ചോദ്യം ഉന്നയിച്ചു. മദ്ഹ ഒമാനിൽ തേരാൻ തീരുമാനിച്ചപ്പോൾ നഹ്വ ഷാർജയോടൊപ്പം ലയിക്കുകയായിരുന്നു. ഫലത്തിൽ നഹ്വയെ മദ്ഹ എക്സ്ക്ലേവിനുള്ളിലെ ഒരു കൗണ്ടർ എൻക്ലേവ് ആക്കുകയായിരുന്നു. മദ്ഹയിൽ നിരവധി വാദികളും കൃഷിസ്ഥലങ്ങളും അതുപോലെ തന്നെ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഒരുപാടുണ്ട്. നമ്മളിന്ന് അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ പുതിയതായിട്ട് എടുത്തിട്ടുള്ള ഹവൽ H9 എന്ന കാറിൻ്റെ ഒരു ട്രാവൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാറുമായിട്ട് കുറച്ചൊരു ഓഫ് റോഡും അതുപോലെ തന്നെ കുത്തനെയുള്ള കയറ്റങ്ങളും ഒക്കെയുള്ള ഒരു ഭാഗത്തേക്ക് വന്നിട്ട് വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസ് നമ്മളൊരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു യാത്ര വന്നിട്ടുള്ളത്. വ്യത്യസ്ത തരത്തിലുള്ള റോഡുകളാണ് മദ്ഹയിലുള്ളത്. കുന്നിൻ ചെരുവുകളിലൂടെയുള്ള റോഡുകൾ, വളഞ്ഞ റോഡുകൾ, അതുപോലെ തന്നെ ഡെസേർട്ട് റോഡുകളുണ്ട്. കൂടാതെ നമുക്ക് ഓഫ് റോഡ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് മദ്ഹ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സ്പോട്ട് തിരഞ്ഞെടുത്തത്. ഇതോടുകൂടി മെയിൻ റോഡ് അവസാനിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു റോഡ് കാണുന്നുണ്ട്, ഒരു ഓഫ് റോഡാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓഫ് റോഡിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ഇവിടെ നിന്ന് കിട്ടും. പിന്നെ ഈ റോഡ് എത്രത്തോളം പോകുന്നുണ്ട് എന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ മുമ്പോട്ട് പോയി നോക്കുകയാണ്. പോകുന്നതിന് മുമ്പ് ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് നടന്നിട്ട് ഇവിടുത്തെ ആ ഒരു പ്രകൃതി സൗന്ദര്യം കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ആസ്വദിക്കുകയാണ്. മനുഷ്യർക്കും പ്രകൃതിക്കുമിടയിൽ പഴമയുള്ള ഓർമ്മ പോലെ നിൽക്കുന്ന മദ്ഹ ഒമാൻ്റെ ചരിത്രത്തിന് പ്രധാന ഇടം കുറിക്കുന്നുണ്ട്. ഒരു ഗ്രാമത്തെ പോലെ നിശബ്ദവും മനോഹരവുമായ സ്ഥലം.
ഓഫ് റോഡിൻ്റെ ഏറ്റവും എൻഡിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്കണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ നിൽക്കുന്ന ഭാഗത്തിൻ്റെ സാറ്റലൈറ്റ് വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വന്ന ഭാഗത്തേക്കാണ് ഞാൻ കാണിക്കുന്നത്. ഈ കാണുന്ന ഓഫ് റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ വന്നത്. ജനവാസം തീരെ ഇല്ലാത്ത പ്രദേശം കൂടിയാണ് ഇത്. പിന്നെ ഈ റോഡിനോട് പാരലായിട്ട് ഒരു റിവർ പോകുന്നുണ്ട്. അപ്പം ഞാൻ ഈ മാർക്ക് ചെയ്ത് കാണിക്കുന്ന ഭാഗത്താണ് മെയിൻ റോഡ് അവസാനിക്കുന്നത്. നിൽക്കുന്ന ഈ ഭാഗത്ത് ഇവിടെ മുമ്പേക്ക് ഇനി റോഡില്ല. ഇതോട് കൂടിയിട്ട് ഈ ഓഫ് റോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ കുറേ കരിങ്കല്ലൊക്കെ വെച്ചിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴേക്ക് വലിയൊരു കുഴി പോലെ ഒരു ഗർത്താണ്. വൈകുന്നേരം ആയതുകൊണ്ട് സൂര്യപ്രകാശമൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടാണ്. അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വരുന്ന മദ്ഹ കൂടുതലും ഷാർജ എമിറേറ്റ്സിലാണ്. കോർഫക്കാൻ ഫുജൈറ റോഡിൽ നിന്ന് മദ്ഹയിലേക്ക് 2 എക്സിറ്റുകളുണ്ട്. യാതൊരു ഉപാധികളുമില്ലാതെ നമുക്ക് മദ്ഹയിലേക്കും നെഹ്വയിലേക്കും പോകാം. നമ്മളിനി ഇവിടുന്ന് തിരിക്കുകയാണ്. മൂവായിരത്തിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള മദ്ഹയിൽ സ്കൂൾ, പോസ്റ്റ് ഓഫീസ്, പെട്രോൾ ബങ്ക്, എയർ സ്ട്രിപ്പ്, പോലീസ് സ്റ്റേഷൻ, ബാങ്ക്, സ്കൂളുകൾ എല്ലാമുണ്ട്. മലകളിലെ നീരുറവകളിൽ നിന്ന് വരുന്ന വെള്ളം ഉപയോഗിച്ച് ഫലാജ് സംവിധാനത്തിലാണ് കൃഷിയിടങ്ങൾ നനയ്ക്കുന്നത്. ഇത് പ്രകൃതിയോടും പാരമ്പര്യത്തോടും മനുഷ്യർ കാണിക്കുന്ന ആദരവായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. മദ്ഹ പോലെ തന്നെ ലളിതമായ ജീവിതം തന്നെയാണ് നെഹ്വയിലെയും. ചെറിയ വീടുകൾ, പള്ളികൾ, അതിനോട് ചേർന്ന് പർവ്വതങ്ങളുടെ മനോഹരമായ താഴ്വരകൾ. വ്യത്യസ്ത രാജ്യങ്ങളുടെ അതിർത്തിയാണെങ്കിലും ഇവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ മനസ്സ് ഒരുപോലെയാണ്. മദ്ഹയും നെഹ്വയും വെറും 2 സ്ഥലങ്ങളല്ല. ഇവയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഈ പ്രദേശങ്ങളെ വളരെ വ്യത്യസ്തമാക്കുന്നുണ്ട്. ചെറിയ ഗ്രാമങ്ങളാണെങ്കിലും സമ്പന്നമായ ചരിത്രവും സംസ്കാരവുമുള്ള നാടുകൾ. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച മദ്ഹ കോട്ട ഇതിന് ഉത്തമ ഉദാഹരണമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതിലൂടെ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതികളും ഭൂമിശാസ്ത്രവും പ്രകൃതി സൗന്ദര്യവും കൃഷി രീതികളുമെല്ലാം. മദ്ഹയുടെ സമ്പന്നമായ പാരമ്പര്യവും പ്രകൃതി ദൃശ്യങ്ങളും മനസ്സിൽ കോർത്തിണക്കി മലമുകളിൽ നിന്ന് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ കാഴ്ച കാണുമ്പോൾ യാത്രയുടെ അവസാന നിമിഷങ്ങളും ഒരു അപൂർവ അനുഭവമായി ഞങ്ങൾക്ക് മാറി. ഈ സഞ്ചാരത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. നമുക്കൊരുമിച്ച് ഇനിയും മനോഹരമായ യാത്രകൾ ചെയ്യാം. അതുവരെ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക, അനുഭവങ്ങൾ പങ്കുവെക്കുക, ലോകത്തിൻ്റെ സൗന്ദര്യം വേണ്ടുവോളം ആസ്വദിക്കുക.